ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ഫോട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ, ഇപ്പോൾ അറിയാം ട്രെൻഡിങ് ഇൻസ്റ്റാഗ്രാമാണ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കോ നിങ്ങൾക്ക് എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു പോസ്റ്റോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി മെറ്റീരിയലോ ആക്കി മാറ്റാം. അപ്പോൾ അതിനുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. ഞാനൊരു ആൻഡ്രോയിഡിൽ ഫോണിൽ ജസ്റ്റ് ഒരു നോർമൽ ഫോണിലെടുത്ത ഫോട്ടോ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ടൈം വേസ്റ്റ് ആകുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രോപ്പാണ് ചെയ്യുന്നത്. അതായത് ഒരു ഫോട്ടോനെ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ക്രോപ്പിങ്ങിലൂടെയാണ്. നെക്സ്റ്റ് ഒരു കാര്യം എക്സ്പോഷർ കാര്യങ്ങളായിട്ടുള്ള നമ്മളെ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇത്തരം ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അഡ്വൈസാണ്. നിങ്ങൾക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബെറ്റർ ആക്കാം. അപ്പോൾ നമുക്കൊരു ഫോട്ടോയ്ക്ക് എങ്ങനെ രീതിക്കാണ് എന്നുള്ളത് നമുക്ക് ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. നെക്സ്റ്റ് ആണ് കർവ് എന്ന് പറയുന്നത്. കർവ് ഇതിൽ കർവ് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ സ്കൈയുടെ ഭാഗം കുറച്ചുകൂടെ ഒരു വൈറ്റായിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കണം, അടിയിൽ കുറച്ച് ഡള്ളായിട്ട് നിൽക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അങ്ങനെയാണ് കർവിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കറിയാം എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം കർവിൽ തന്നെ നമുക്ക് RGB കളേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ ബ്ലൂ ആണ് എടുക്കുന്നത്, കാരണം സ്കൈ കളർ ബ്ലൂ ആണ്. അത് മാറ്റിയിട്ട് ഒരു ഗോൾഡൻ ടോണ് വേണം. ഓക്കെ, അതിനുശേഷം ആ ഒരു ഗോൾഡൻ ടോണ് ഞാൻ അറിയാം, നിങ്ങൾക്ക് കണ്ടോ മേലെ ഭാഗം നമ്മളൊന്ന് ഡിമ്മാക്കുമ്പോഴേക്കും ആ ഒരു സ്കൈ ട്രീ ആ ബോർഡർ ഭാഗം ഗോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു കളർ ബാറിലേക്ക് വരികയാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ഇനി ബ്ലൂ കളർ, അതായത് സ്കൈയുടെ കളർ ബ്ലൂ ആണ്. അതിൻ്റെ സാച്ചുറേഷൻ നമ്മൾ കുറച്ച് കളയുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടതൊരു ഫോഗി ഒരു സൺറൈസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ കളറിലേക്ക് ചെന്നിട്ട് നമ്മൾ ഒന്നുകൂടെ സാച്ചുറേഷൻ ഡിമ്മാക്കുകയാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു സൺറൈസ് ആണ്, അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ വാർത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്, വൈബ്രൻസ് എന്നത് കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ കുറക്കുന്നു, കാരണം ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതിനുശേഷം നമ്മൾ ഗ്രീൻ്റെ സാച്ചുറേഷൻ, നമ്മുടെ ആ പാഡി ഫീൽഡ് നിൽക്കുന്നത് സബ്ജക്റ്റിനെ കണ്ടിട്ടുണ്ട് ഡള്ളായി നിൽക്കണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഇപ്പോൾ സാച്ചുറേഷൻ മാത്രം, ഹ്യൂവും സാച്ചുറേഷൻ മാത്രം നോക്കുന്നുണ്ട്. മറ്റത് കുറച്ചുകൂടെ നോക്കാം, കാരണം നമ്മൾ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഒന്നുകൂടെ കുറയ്ക്കേണ്ട ഒരു ആവശ്യം വരും. അതിനുശേഷം നമ്മൾ കളർ ഗ്രേഡിങ് ചെയ്യുവാണ്. അപ്പോൾ ഈ കളർ ഗ്രേഡിങ്ങിന് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ഉള്ളത്. അതായത് ഷാഡോ ഉണ്ടാവും, ഹൈലൈറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഹൈലൈറ്റ്, മിഡ് ടോൺ, ഇത്തരം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ഷാഡോ ആണ് ചെയ്യുന്നത്. ഷാഡോ നമ്മളൊരു വാമത്തൊട്ടിലിട്ടു. അതിനുശേഷം മിഡ് ടോൺ നമ്മളൊരു ലൈറ്റ് പിങ്കിലേക്ക് ഇടുകയാണ്. അതിനുശേഷം ഹൈലൈറ്റും നമ്മളൊരു വാം ടോണിലിടുകയാണ്, അത്യാവശ്യം വാം ടോണിൽ. നമുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ മതി. അത്യാവശ്യം ഗ്ലോബൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളതായിരിക്കണം എനിക്ക് തോന്നുന്നു. നമുക്ക് ആ ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അത് ഇട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, വീണ്ടും വന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് നമ്മൾ കണ്ടോ ലൂമിനസെൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും. അതായത് ഇതിൻ്റെ ഒരു എത്രത്തോളം നിൽക്കണം, ബ്രൈറ്റായിട്ട് നിൽക്കണം, കയറി നിൽക്കണം, ഇറങ്ങി നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അടിയിലേക്ക് നമുക്കറിയാം മറ്റു ടോണുകൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മിഡ് ടോൺ ഹൈലൈറ്റ്സിലൊക്കെ നമുക്കറിയാം ബ്ലെൻഡിങ് ബാലൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹൈലൈറ്റായി നിൽക്കുന്ന സാധനത്തിന് നമുക്ക് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം, കുറച്ചുകൂടെ ബാലൻസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അത് കൂട്ടി കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളപ്പോൾ വാം ടോണിലേക്ക് വീണ്ടും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ളതല്ല, നമ്മളൊരു റെഫറൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞൊരു ഫോഗിയാണ്. അപ്പോൾ നമുക്ക് ഡീഹേസ് ചെയ്യുന്നുണ്ട് ഒരു ഫോഗി എഫക്റ്റ് കിട്ടാൻ. ഇതല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ വേറെ പറഞ്ഞു തരാം. അത് കുറച്ചുകൂടെ എളുപ്പമുള്ളതാണ്, പക്ഷേ അതിന് ക്രാക്കഡ് വേർഷൻസോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് റൂം ക്ലാസിക് വേർഷൻസൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ പാഡി ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു ചേഞ്ച് ചെയ്യണമെന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കളറ് അവിടെ ടച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മാറ്റാം. അതറിയുന്നതായിരിക്കും, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയൊക്കെ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ ആ പാഡി ഫീൽഡിൻ്റെ കാര്യം, അതായത് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അതിൽ നിന്ന് നമുക്ക് ആ മറ്റു കാര്യങ്ങൾ ഒന്ന് ഡള്ളാക്കി വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ
നിങ്ങൾക്ക് ഡിഫറൻസ് ഇതാ കാണാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു, ഏറിപ്പോയ ഒരു മാറ്റർ എന്തായാലും ഒരു 5 മിനിറ്റിന് താഴെ ആയിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.